എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും. അത് പ്രത്യേകിച്ച് ഈ അവസാനം ഞാൻ പറയാൻ പോകുന്ന ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം കൂടിയാണ്. ഓക്കെ, ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണം, അതായത് സിട്രസ് കണ്ടൻറ്റുള്ള കാര്യങ്ങൾ പലരും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചിലതൊക്കെ നല്ലതാണ്, ചൂടുവെള്ളത്തിലൊക്കെ ചില കൊഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഒരിക്കലും നല്ലതല്ല. പിന്നെ നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ്, നമ്മൾ ചിലപ്പോൾ നമ്മൾ ഡയറ്റിനൊക്കെയുള്ള ഭാഗമായിട്ടുള്ള ഈ റോ വെജിറ്റബിൾസൊക്കെ രാവിലെ കഴിക്കുന്നതൊക്കെ വീണ്ടും അസിഡിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പറയുന്ന കാര്യമാണ് യോഗോട്ടൊക്കെ നല്ലതാണ്. യോഗോട്ടൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ എംപ്റ്റി സ്റ്റൊമക്കിൽ അത് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഡെഫിനറ്റ്ലി അത് നമുക്ക് നമ്മുടെ അസിഡിറ്റീനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളതനുസരിച്ചുള്ള രീതിയിൽ ബുദ്ധിമുട്ട് കിട്ടും. പിന്നെ സ്പൈസി ഫുഡും അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കുന്ന കോഫി. നമ്മൾ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ, ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഫസ്റ്റ് ഡ്രിങ്ക് അതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് പണി കിട്ടിയിരിക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ നമ്മുടെ വയറിന്, നമ്മുടെ സ്റ്റൊമക്കിനെല്ലാം തന്നെ അസിഡിറ്റിയും അതേപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അത് ക്രിയേറ്റ് ചെയ്യും. സോ ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് ഒന്ന് ശീലിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി എന്താണ് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഫുഡ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സ്റ്റേ ട്യൂൺഡ്.